മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. 1200 ആണ്ട് ഒരു വർഷക്കാലത്തെ വിഷുഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആദ്യ ഷഡ്ഗ നക്ഷത്രങ്ങൾ അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രജാതർക്ക് 2025 വിഷുവർഷം എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. വില്ലുപോലെ കാണപ്പെടുന്ന 9 നക്ഷത്രങ്ങളടങ്ങിയ നക്ഷത്രക്കൂട്ടമാണ് അനിഴം. ദൈവഭക്തരും കലാപ്രണയികളുമാണ് പൊതുവെ ഇക്കൂട്ടർ. ഏതു കാര്യവും വൈകാരികമായി മാത്രം ചിന്തിക്കുന്നവരാണ്. ഒരിക്കലും ഒരു കാര്യത്തിനും പിടികൊടുക്കാത്ത നക്ഷത്രജാതരാണ്. മൃഗം, മാൻ. അടുത്തതായി തൃക്കേട്ട നക്ഷത്രം. കുന്തം പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങളടങ്ങിയ നക്ഷത്രക്കൂട്ടമാണ് തൃക്കേട്ട. ഇന്ദ്രനാണ് ദേവത. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ അധ്വാനശീലരും കർമ്മനിരതരുമാണ്. വളരെയധികം പവർഫുൾ നക്ഷത്രമാണ് തൃക്കേട്ട. ആരെയും കീഴ്പ്പെടുത്തുകയും സ്വയം കീഴ്പ്പെട്ടു പോവുകയും ചെയ്യുന്ന നക്ഷത്രജാതരാണ്. മൃഗം കേഴയാണ്. അടുത്തതായി മൂലം. വാളുപോലെ കാണപ്പെടുന്ന 11 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഗണമാണ് മൂലം. നിരൃതിയാണ് ദേവത. പൊതുവെ സത്യസന്ധരും നീതിപൂർവം പെരുമാറുന്നവരുമാണ് ഇക്കൂട്ടർ. മൃഗം, ശ്വാവ്. ശ്വാവിൻ്റെ സ്വഭാവവും നടപ്പും കുറച്ച് മസിലൊക്കെ പിടിച്ച് ഭൂമിയിൽ നല്ലവണ്ണം ചവിട്ടി നടക്കുന്ന നക്ഷത്രജാതരാണ്. അടുത്തതായി പൂരാടം. 2 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു കൂട്ടമാണ് പൂരാടം. ജലം ആണ് ദേവത. എന്തിനേയും ചെറുത്തു നിൽക്കുന്നതിനും എതിർത്ത് തോൽപ്പിക്കുന്നതിനും അസാമാന്യ കഴിവ് കാണിക്കുന്നവരാണ് ഇക്കൂട്ടർ. മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ സദാ സന്നദ്ധരാണ്. മൃഗം, കബി. കുരങ്ങനും കബിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഒന്ന് ചാടും, നിരീക്ഷിച്ച് പിന്നെയും ചാടും. എവിടെ ഒരു സാഹചര്യം കിട്ടുന്നോ അവിടെ പിടിച്ച് മുന്നേറും. ഇത് തന്നെയാണ് പൂരാട നക്ഷത്രക്കാരുടെയും സ്വഭാവം. അടുത്തതായി ഉത്രാടം. 2 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു ഗണമാണ് ഉത്രാടം. വിശ്വദേവതയാണ് നക്ഷത്രദേവത. പൊതുവെ വീടും പരിസ്ഥിതിയും മോടി പിടിപ്പിക്കുന്നതിലും കുടുംബ ഭരണത്തിലും അമിതമായി ശ്രദ്ധ പ്രകടിപ്പിക്കുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ. മൃഗം കാളയാണ്. കാളയുടെ വലിപ്പവും നോട്ടവും ഭാവവുമെല്ലാം ഈ നക്ഷത്രജാതരിലും കാണാവുന്നതാണ്. അടുത്തതായി തിരുവോണം. നക്ഷത്രങ്ങൾ മുഴക്കോൽ പോലെ കാണപ്പെടുന്ന ഗണമാണ് തിരുവോണം. വിഷ്ണുവാണ് നക്ഷത്രദേവത. വളരെ ചിന്തിച്ച ശേഷം മാത്രം ഏത് കാര്യത്തിലും തീരുമാനമെടുക്കുന്നവരാണ് ഇക്കൂട്ടർ. മൃഗം വാനരമാണ്. സത്യസന്ധരും ദൈവഭക്തിയുള്ളവരും ഒന്നിലും ഉറച്ചു നിൽക്കാത്തവരുമാണ് ഈ നക്ഷത്രജാതർ. ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ ഏതു വിധേനയും അത് സ്വന്തമാക്കിയിരിക്കും. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം അടങ്ങുന്ന ആദ്യ ഷഡ്ഗ നക്ഷത്രങ്ങളുടെ 2025 വിഷുഫലം എപ്രകാരമെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ നക്ഷത്രജാതർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളാണ് 2025 വിഷുവർഷം പ്രദാനം ചെയ്യുന്നത്. ആഗ്രഹിക്കുന്ന ഏതു കാര്യവും നടക്കുന്നതാണ്. വിശേഷ വസ്ത്ര ആഭരണ ലാഭമുണ്ടാവുന്നതാണ്. പ്രതീക്ഷിക്കാത്ത അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും വന്നു ചേരുന്നതാണ്. ഏത് പ്രവർത്തനത്തിലേർപ്പെട്ടാലും ഗുണകരമായിരിക്കും. തികഞ്ഞ മനസമാധാനത്തോടെ ഈ ഒരു വർഷം കടന്നു പോകുന്നതാണ്.
തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും വളരെയധികം അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ പുരോഗതിയുണ്ടാവും. ഇഷ്ടവിഷയത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. പ്രണയിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ പ്രണയം ഉടലെടുക്കുന്നതിനും പ്രണയം വീട്ടുകാരാൽ അംഗീകരിക്കപ്പെട്ട് വിവാഹത്തിൽ കലാശിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. കുടുംബാന്തരീക്ഷത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതായിരിക്കും. ധനപരമായ ഉന്നമനം ഉണ്ടാവുന്നതായിരിക്കും. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വിഷുവർഷം പകുതിയോടെ തടസ്സങ്ങളെല്ലാം നീങ്ങി നല്ലൊരു വഴി തുറന്നു വരുന്നതായിരിക്കും. ബുദ്ധിശക്തിയാലും ആത്മനിയന്ത്രണത്താലും ഈശ്വരാനുഗ്രഹത്താലും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ഊർജം ലഭ്യമാവുന്നതാണ്. ഈ നക്ഷത്രജാതർ എല്ലാ മാസവും ജന്മദിവസം സ്വന്തം നക്ഷത്രം വരുന്ന ദിവസം നവഗ്രഹ അമ്പലത്തിൽ സ്വന്തം പേരിൽ അർച്ചന നടത്തേണ്ടതാണ്. ഇതര മതസ്ഥർ അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. ഈ നക്ഷത്രപ്രകാരമുള്ള പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.